കാലവർഷം കേരളത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ ആരോഗ്യരംഗത്തും ജാഗ്രതയുടെ കാലമാണ്. നിപ്പ നിയന്ത്രണത്തിലാണെന്ന ആശ്വാസ വാർത്തക്കിടയിലും ഷിഗല്ല രോഗബാധയുടെ വർധന ആശങ്ക ഉയർത്തുകയാണ്. നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗബാധിതന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല. രോഗി ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തോടെയാണ് ചികിത്സയിൽ തുടരുന്നത്. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 4 പേർ അതീവ അപകട സാധ്യതയുള്ള വിഭാഗത്തിലും 14 പേർ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിലും 86 പേർ കുറഞ്ഞ അപകട സാധ്യതയുള്ള വിഭാഗത്തിലുമാണ്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവ് ആയതും ആശ്വാസം നൽകുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ ആശങ്ക കൂട്ടുകയാണ്. ഇന്ന് മാത്രം 7 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓരോ കേസുകളും സ്ഥിരീകരിച്ചു. ജൂൺ മാസത്തിൽ മാത്രം സംസ്ഥാനത്ത് 140 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിക്കുകയും 6 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ വർഷം ഇതുവരെ 216 പേർക്കാണ് രോഗം ബാധിച്ചത്. ഷിഗല്ല എന്നത് മലിനജലത്തിലൂടെയും മലിന ഭക്ഷണത്തിലൂടെയും പകരുന്ന അതിവേഗ കുടൽ അണുബാധയാണ്. വയറിളക്കം, പനി, വയറുവേദന, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചെറിയ കുട്ടികൾക്കും വയോധികർക്കും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കുമാണ് കൂടുതൽ അപകട സാധ്യത. നിപ്പ വൈറസ് പ്രധാനമായും പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. പനി, തലവേദന, കടുത്ത ക്ഷീണം, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടേണ്ടതാണ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില മുൻകരുതലുകൾ നിർണായകമാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. പഴംതീനി വവ്വാലുകൾ കടിച്ച പഴങ്ങൾ ഒഴിവാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നിവ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. പകർച്ചവ്യാധികൾക്കെതിരായ പോരാട്ടത്തിൽ ജാഗ്രതയാണ് ഏറ്റവും വലിയ ആയുധം. ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കാതെ കൃത്യസമയത്ത് ചികിത്സ തേടുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും.